അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, സമയക്കുറവ് പോലെ രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നു അങ്ങയോട്. ഒന്ന്, അങ്ങ് ഈ വാദമുഖങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, ശ്രീ എ ജയചന്ദ്രൻ ഉയർത്തിയ വാദമുഖങ്ങൾ. രണ്ട്, ഇതിനിടയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പത്രങ്ങളിലടക്കം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് സ്ത്രീ പ്രവേശന കുറ്റകൃത്യം നടന്ന സമയത്ത് സ്ത്രീകളെ ബലം പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ ശുദ്ധികലശം നടത്തിയത് തന്ത്രിയായിരുന്നു. അതിൻ്റെ ഒരു പക അവിടെ ബാക്കി കിടപ്പുണ്ട് ഒരു ഭാഗത്ത്. രണ്ട്, ഈയൊരു വിഷയത്തിൽ, ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നടത്തിയൊരു പ്രതികരണത്തിൽ ആകെ വിരൽ ചൂണ്ടിയത് കോൺഗ്രസിലേക്കാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്കാണ്. അടൂർ പ്രകാശ് അവിടെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നു, അവിടെ ഉപഹാരങ്ങൾ കൈമാറുന്നു, ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ കടകംപള്ളിയൊക്കെ കുറ്റക്കാരാണെങ്കിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സമാനമായ ആരോപണ വിധേയരല്ലേ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും എന്നുള്ളത്. മൂന്ന്, അതുവരെ പറഞ്ഞിരുന്ന ഈ അന്താരാഷ്ട്ര ബന്ധം, വിഗ്രഹക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങൾക്ക് അതോടെ ബലം വയ്ക്കുകയും സോണിയയുടെ സഹോദരിമാർക്ക്, ബന്ധുക്കൾക്കൊക്കെ ഇറ്റലിയിൽ ഈ ഇത്തരം സംഗതികൾ വിൽക്കുന്ന കടകളുണ്ടെന്നും അവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്നുള്ള പ്രചാരണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് വരികയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് തന്നെയാണ് ഈ വിഗ്രഹക്കടത്തിലൊക്കെ നിന്നിട്ടുണ്ടാവാം എന്ന് കരുതിയിരുന്ന ഡി മണിക്ക് ഒരു ക്ലീൻ ചിറ്റും, ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഡി മണിക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകി വിടുകയും ചെയ്യും. ഇതിനോട് താങ്കൾ വേഗം പ്രതികരിക്കണം. നമുക്ക് ആകെ ഒരു 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അതുകൊണ്ട് അല്പസമയം തന്നെ. അതായത് അങ്ങ് ആദ്യഘട്ടത്തിൽ ചോദിച്ചു ബഹുമാനപ്പെട്ട തന്ത്രിയുടെ കാര്യത്തിലടക്കം. ഈ തന്ത്രിയുടെ കാര്യം ഇപ്പൊ അങ്ങേക്കറിയാം, ഇത് പോലീസ് അന്വേഷണത്തിലാണ്, SITയുടെ അന്വേഷണത്തിലാണ്, അതുപോലെ തന്നെ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്ത്രിയെ കുടുക്കിയതാണ് എന്നുള്ള വാദം, അത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനി വരും ദിവസങ്ങളിൽ വരാനുണ്ട്. ഏത് തരത്തിലാണ് SITയുടെ നിലപാടുകൾ, ഏത് തരത്തിലാണ് SIT ഇത് സംബന്ധിച്ച വ്യക്തത വരുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനെ ഇനിയും ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇനിയും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നുണ്ടെങ്കിൽ അത് അടിവരയിട്ട് തന്നെ പറയാം, അത് വളരെ കൃത്യവും വ്യക്തവുമാണ്. കടകംപള്ളി സുരേന്ദ്രനെ രക്ഷപ്പെടുത്താൻ, വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് തന്ത്രിയെ കുടുക്കിയത്, അല്ലെങ്കിൽ തന്ത്രിയെ ഈ അഴിക്കുള്ളിലാക്കിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഇവിടെ ഈ ബഹുമാനപ്പെട്ട മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അടക്കമുള്ള ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് മുൻപ് ജനൻ ടിവിയിൽ അടക്കം ഞാൻ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുമുള്ളതാണ്. അതായത് അവിടെ ബഹുമാനപ്പെട്ട UDF കൺവീനറായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് അടക്കം ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് തന്റെ മണ്ഡലത്തിലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് മുൻ അധ്യക്ഷയുടെ അപ്പോയിന്റ്മെന്റ് താനല്ല വാങ്ങിക്കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് തന്റെ മണ്ഡലത്തിലുള്ള ആൾ എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ കൂടെ ചെന്നു എന്ന് മാത്രമാണ് താൻ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഈ സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾക്ക്, ഇല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ഇറ്റലിയിൽ ഏതാണ് പുരാവസ്തു അന്വേഷണം അല്ലെങ്കിൽ പുരാവസ്തു സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സിമ്പിളായി ചോദിക്കാനുള്ളത്, ഈ കേന്ദ്രത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 12 വർഷക്കാലത്തിലധികമായി പ്രതിപക്ഷത്താണ്, കേരളത്തിൽ കഴിഞ്ഞ 9.25 കാലമായി പ്രതിപക്ഷത്താണ്. ഏത് അന്വേഷണവും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നടപ്പിലാക്കാവുന്നതാണ്. ശരി, നിങ്ങൾ സോണിയാഗാന്ധി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നേ, സോണിയാഗാന്ധി എന്തുകൊണ്ട് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നില്ല? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? വളരെ പ്രസക്തമായ ചോദ്യമില്ല. അപ്പോ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുമുള്ള തെറ്റില്ല, അല്ലെങ്കിൽ അവരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് വ്യക്തമായ തരത്തിലുള്ള ലീഡില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അന്വേഷണ സംഘത്തിന് ആ രീതിയിൽ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നേരെ മറിച്ച് ഇവിടെ ചോദ്യം ചെയ്യുന്ന ഒരു മഹാനുണ്ട്, അതാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇനിയും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്നുള്ള ചോദ്യമില്ലേ? ഇവിടെ പത്മകുമാർ അങ്ങനെയൊക്കെ അറിയാമല്ലോ, നവംബർ മാസം 20-ാം തീയതിയാണ് അദ്ദേഹം അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 52 ദിവസമായി. ഇവിടെ എൽ വാസു നവംബർ 11-ാം തീയതിയാണ് അറസ്റ്റിലായത്. ഏതാണ്ട് 61 ദിവസമായി. ഇവരുടെ രണ്ടുപേരുടെ പൊളിറ്റിക്കൽ പശ്ചാത്തലം, ബാക്കിയുള്ള ആളുകളൊക്കെ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ തന്ത്രിയാണ്, ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും ശരി, ഈ 3 ആളുകൾ, അതായത് എൻ വാസുവും പത്മകുമാറും ഈ വിജയകുമാർ അടക്കമുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ആർക്കും ഒരു സംശയത്തിന് ആവശ്യമില്ലല്ലോ. ഇവിടെ പത്മകുമാർ എന്റെ ജില്ലക്കാരൻ കൂടിയാണ്. അദ്ദേഹം കോന്നിയിൽ 1991 കാലയളവിൽ കോന്നിയുടെ MLA ആയിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ വ്യക്തിയാണ്. ഇന്ന് ഈ നിമിഷം ജനൻ TV ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗസ്ഥാനത്ത് തുടരുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമല്ലേ? എൻ വാസു എന്ന് പറയുന്ന വ്യക്തി എന്റെ സമീപ പ്രദേശമായ കുളക്കട ഗ്രാമപഞ്ചായത്തിൽ 2 ടൈം പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു.
അതിനോടൊപ്പം തന്നെ PK ഗുരുദാസൻ മന്ത്രിയായിരിക്കും, പേഴ്സണൽ സ്റ്റാഫായിരുന്നു. അദ്ദേഹം നവംബർ 11-ാം തീയതി അറസ്റ്റിലായി. അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല. ഇവിടെ വളരെ കൃത്യമാണ്. ഇവിടെ പലതവണ N വാസുവിന്റെയും പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട നീതിപീഠം തള്ളിയ പശ്ചാത്തലത്തിൽ പോലും ഇവർക്കെതിരെ നടപടി എടുക്കാൻ വൈകുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ട്. SITക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. അത് പ്രതിപക്ഷം നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കോടതിയിലും ധരിപ്പിച്ചിട്ടുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വിധത്തിലുമുള്ള സംശയമില്ല.